എല്ലാവർക്കും നമസ്കാരം. സെൻട്രൽ ബാങ്കിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഇതൊരു സ്ഥിര ജോലിയാണ്. ഈ റിക്രൂട്ട്മെന്റിലേക്ക് 2026 മാർച്ച് 23 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. നിരവധി പോസ്റ്റുകളിലായി റിക്രൂട്ട്മെന്റ് വന്നിട്ടുണ്ട്. ഈ റിക്രൂട്ട്മെന്റിന്റെ മുഴുവൻ വിവരങ്ങൾ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ റിക്രൂട്ട്മെന്റിലേക്ക് 2026 മാർച്ച് 23 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ആദ്യം വന്നിരിക്കുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, അതിന് 13 ഒഴിവുകളാണുള്ളത്. മൊബൈൽ ഡെവലപ്പർ 3 ഒഴിവുകൾ, നെറ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്പർ 6 ഒഴിവുകൾ, ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേഷൻ 11 ഒഴിവുകൾ, ഡിജിറ്റൽ ചാനൽ മാനേജർ അല്ലെങ്കിൽ ഡിജിറ്റൽ ആപ്ലിക്കേഷൻ സ്പെഷ്യലിസ്റ്റ് 23 ഒഴിവുകളാണുള്ളത്. ലിനക്സ് അഡ്മിനിസ്ട്രേറ്റർ 14 ഒഴിവുകൾ, വിൻഡോസ് അല്ലെങ്കിൽ ആക്റ്റീവ് ഡയറക്ടറേറ്റ് 5 ഒഴിവുകൾ, ക്ലൗഡ് മാനേജർ 5 ഒഴിവുകൾ, ഇൻഫർമേഷൻ സെക്യൂരിറ്റി അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ IT ഗവർണർ റിസ്കിൽ 38 ഒഴിവുകൾ, നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേഷനിൽ 5 ഒഴിവുകൾ, പ്രൊഡക്ഷൻ സപ്പോർട്ടർ, RPA, ഡിജിറ്റൽ സപ്പോർട്ട് എന്നീ ഒഴിവുകൾ 28 എന്റർപ്രൈസ് ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ പബ്ലിക് ക്ലൗഡ് ആർക്കിടെക്റ്റിന് 2 ഒഴിവുകൾ, വെബ് സെർവർ അല്ലെങ്കിൽ വെബ് ലോജിക് അഡ്മിനിസ്ട്രേറ്ററിന് 3 ഒഴിവുകൾ, ഡേറ്റ ആർക്കിടെക്റ്റിന് 2 ഒഴിവുകൾ, ഡേറ്റ എഞ്ചിനീയർ അല്ലെങ്കിൽ ഡേറ്റ ക്വാളിറ്റി അല്ലെങ്കിൽ ETL അല്ലെങ്കിൽ PLSQL അല്ലെങ്കിൽ BLന് 15 ഒഴിവുകൾ, ഡേറ്റ സയന്റിസ്റ്റിന് 2 ഒഴിവുകൾ, ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് 2 ഒഴിവുകൾ, IT ഓഫീസർ 52 ഒഴിവുകൾ, റിസ്ക് മാനേജർ 4 ഒഴിവുകൾ, ചാർട്ടേഡ് അക്കൗണ്ടിന് 2 ഒഴിവുകൾ. മൊത്തം 275 ഒഴിവുകളുള്ള നോട്ടിഫിക്കേഷനാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇതിനൊക്കെ വേണ്ട യോഗ്യത: സോഫ്റ്റ്വെയർ ഡെവലപ്പർ, BE BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ഇലക്ട്രോണിക്സ്, IT അല്ലെങ്കിൽ MCA, 2 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. അടുത്തത് ജാവ ഡെവലപ്പർ ആണ്. BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ MCA അല്ലെങ്കിൽ IT അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആവശ്യമാണ്, എക്സ്പീരിയൻസ് ആവശ്യമാണ്. അടുത്തത് മൊബൈൽ ഡെവലപ്പർ തസ്തികയാണ്. ഈ ഒരു തസ്തികയ്ക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത: BE BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ്, IT, ഇലക്ട്രോണിക്സ്, ടെലികമ്മ്യൂണിക്കേഷൻ ആണ്. ഇതിന് വേണ്ട എക്സ്പീരിയൻസ് 4 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. അടുത്തത് നെറ്റ് ഡെവലപ്പർ ആണ്. അതിന് വേണ്ട എക്സ്പീരിയൻസ് 4 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. വേണ്ട വിദ്യാഭ്യാസ യോഗ്യത BE BTech MCA ആണ്. അടുത്തത് ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ ചാനൽ മാനേജർ, ഡിജിറ്റൽ ആപ്ലിക്കേഷൻ സ്പെഷ്യലിസ്റ്റ്, ലിനക്സ് അഡ്മിനിസ്ട്രേറ്റർ. മുകളിലുള്ളതുപോലെ തന്നെ യോഗ്യതയും എക്സ്പീരിയൻസും സെയിം ആണ്. അടുത്തത് ക്ലൗഡ് മാനേജർ, വിൻഡോസ്, ആക്റ്റീവ് ഡയറക്ടറിക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത BE BTech MCA ആണ്. സ്കെയിൽ 2 4 വർഷത്തെ പരിചയവും എക്സ്പീരിയൻസും, സ്കെയിൽ 3 6 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്. അടുത്ത തസ്തിക ഇൻഫർമേഷൻ സെക്യൂരിറ്റി അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ IT ഗവർണർ റിസ്ക് ആണ്. ഇതിനു വേണ്ട എക്സ്പീരിയൻസ് സ്കെയിൽ 1 2 വർഷത്തെ എക്സ്പീരിയൻസും, സ്കെയിൽ 2 4 വർഷത്തെ എക്സ്പീരിയൻസും, സ്കെയിൽ 3 6 വർഷത്തെ എക്സ്പീരിയൻസും, സ്കെയിൽ 4 10 വർഷത്തെ എക്സ്പീരിയൻസുമാണ്. അടുത്ത തസ്തിക റിസ്ക് മാനേജർ ആണ്. ഇതിന് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത MBA അല്ലെങ്കിൽ MMS ഇൻ ഫിനാൻസ്, ബാങ്കിങ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബാങ്കിങ് അല്ലെങ്കിൽ ഫിനാൻസ് ആണ്. ഇതിന് 3 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. അടുത്ത തസ്തിക ജൂനിയർ റിസ്ക് മാനേജർ ആണ്. ഇതിന് MBA MMS PG ഡിപ്ലോമ ഇൻ ബാങ്കിങ് ആവശ്യമാണ്. എക്സ്പീരിയൻസ് നിർബന്ധമല്ല. അടുത്ത തസ്തിക ചാർട്ടേഡ് അക്കൗണ്ട് ആണ്. ഇതിനു വേണ്ട വിദ്യാഭ്യാസ യോഗ്യത ICAI ഫൈനൽ പാസ്സായിരിക്കണം. പ്രായപരിധി: ഈ ഒരു തസ്തികയ്ക്കൊക്കെ വേണ്ട പ്രായപരിധി സ്കെയിൽ 1 30 വയസ്സ് വരെയും, സ്കെയിൽ 2 35 വയസ്സ് വരെയും, സ്കെയിൽ 3 40 വയസ്സ് വരെയും, സ്കെയിൽ 4 45 വയസ്സ് വരെയാണ്. ശമ്പള സ്കെയിലായിട്ട് പറയുന്നത് സ്കെയിൽ 1 48,480 മുതൽ 85,920 വരെയാണ്. സ്കെയിൽ 2 64,820 മുതൽ 93,960 വരെയാണ്. സ്കെയിൽ 3 നോക്കുവാണെങ്കിൽ 85,920 മുതൽ 1,05,280 വരെയാണ്. സ്കെയിൽ 4 1,02,300 മുതൽ 1,20,940 വരെയാണ്. ഇത് കൂടാതെ വിവിധ അലവൻസുകൾ ലഭിക്കുന്നതാണ്. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ 2026 മാർച്ച് 23 മുമ്പായിട്ട് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റുകളിലൂടെ രേഖപ്പെടുത്താം. ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ടും തരിക. നെക്സ്റ്റ് ഒരു ജോബ് അപ്ഡേറ്റുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.